ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഇന്ന് ഒരു പഴംപൊരി, നമ്മുടെ നാട്ടിലൊക്കെ പഴംപൊരി എന്ന് ചിലയിടത്ത് പഴം പോളി എന്നൊക്കെ പറയും. അപ്പം അങ്ങനെ നമ്മൾ സാധാരണ അഴിയിൽ ഉണ്ടാക്കുന്നത് നമ്മൾ ഏത്തയ്ക്ക പോളി എന്നൊക്കെ പറയും. ഏത്തയ്ക്ക വെച്ചിട്ടാണ് നമ്മൾ സാധാരണ രീതിയിൽ പഴംപൊരി ഉണ്ടാക്കുന്നത്. ഞാൻ ഇന്ന് വേറൊരു രീതിയിൽ ഒന്ന് ശ്രമിച്ച് നോക്കുകയാണ്. നമുക്ക് നോക്കാം ഇതൊന്ന് ശരിയാകുമോ. അങ്ങനെ ഞാനിപ്പോൾ ഒരു സാധാരണ പഴം എടുത്തിട്ടുണ്ട്. ഇത് ഏത്തയ്ക്ക പഴമൊന്നുമല്ല, നോർമൽ ഏത്തയ്ക്ക പഴമല്ല, നോർമൽ പഴമാണ്. കണ്ടു. ഓക്കെ, അതൊന്ന് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഏത്തയ്ക്ക എന്ന് പറയുമ്പോൾ ഇച്ചിരി കട്ടിയുള്ള പഴമാണ്. ഇതെന്ന് പറയുമ്പം സാധാരണ പഴമല്ലേ, നമുക്ക് കട്ടി കാണുന്നില്ല. അതുകൊണ്ട് ഒരുപാട് സ്ലൈസ് ഒന്നും ആക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് രണ്ടായിട്ട് മുറിക്കുന്നു. ഇനി ഒന്ന് മാറ്റി വയ്ക്കുന്നു. സൂക്ഷിച്ച് വേണം ചെയ്യാൻ, കാര്യം ഇത് കട്ടിയില്ലാത്തതായത് കാരണം ഏത്തയ്ക്ക പോലെ നിൽക്കില്ല. ഓക്കെ, ഇനി നമുക്ക് ബോളിക്കുള്ള വേറുള്ള സാധനങ്ങൾ റെഡിയാണ്. വേണ്ട, നമ്മളിത് ഏത്തയ്ക്ക ബോൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത് ഇതിനകത്ത് അധികം സാധനങ്ങളൊന്നുമില്ല. നമ്മൾ കുറച്ച് മൈദമാവ് എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇടുക. അതിനകത്തോട്ട് കുറച്ച് ഉപ്പ്, വളരെ കുറച്ച് ഉപ്പും കൂടി ഇടുക. പിന്നെ ഏലക്ക പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഇട്ടേക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു കുഴമ്പ് ഒരു ഇതാക്കി എടുത്തേക്കുക. അതാണിത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പരിപാടി. ഓക്കെ, ഇപ്പം നമ്മൾ തീ ഒന്ന് ഓണാക്കിയിട്ട് ഒരു ചട്ടി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇൻഡാലിയത്തിൻ്റെയാണ് നമ്മൾ വെച്ചേക്കുന്നത്. ഇതിനകത്തിപ്പോൾ രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചട്ടി ഒന്ന് ചെറുതായിട്ട് ചൂടായിട്ട് വേണം നമ്മൾ എണ്ണ ഒഴിക്കാനായിട്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. നമ്മൾ എന്ത് വറക്കോ ഒരുക്കോ ഒക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ എണ്ണ ചൂടായി എണ്ണ തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തോട്ട് വറക്കാനിടുക. ആ സമയത്ത് ചിലരാണെന്നുണ്ടെങ്കിൽ തീ അങ്ങോട്ട് കുറച്ച് വയ്ക്കും. അങ്ങനെ കുറച്ച് വയ്ക്കരുത്. നമ്മൾ എണ്ണയിലേക്ക് നമ്മളൊരു സാധനം വറക്കാനായിട്ട്, ഇപ്പം ഇനി ഏത്തയ്ക്ക വറക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ചക്ക വറക്കോ അങ്ങനെ എന്ത് വറക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീ കുറയ്ക്കരുത്. തീ നമ്മൾ സാധനം അതിനകത്ത് ഇടാവുന്ന സമയത്ത് നമ്മൾ തീ കുറയ്ക്കരുത്. അങ്ങനെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും വാടിപ്പോവും, നന്നായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വറക്കം പൊരിക്കുകയൊക്കെ ചെയ്യാൻ നേരത്ത് തീ ആ സമയത്ത് എണ്ണ ചൂടായി ഇരിക്കുന്ന സമയത്തേക്ക് നമ്മൾ സാധനം ഇടുന്ന സമയത്ത് തീ ഒരിക്കലും കുറയ്ക്കരുത്. അപ്പോൾ നമുക്കിപ്പോൾ ചൂടായിട്ട് ഇടട്ടി നമുക്ക് എണ്ണ ഒഴിക്കാം. ഇത് അത്യാവശ്യം കുഴിയുള്ള പാത്രമായത് കാരണം നമുക്ക് അധികം എണ്ണ വേണ്ട, അത്രയും മതി. ഇനിയിപ്പോൾ എണ്ണയൊന്ന് ചൂടാവട്ടെ. ഓക്കെ, നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ടോ എന്ന് നോക്കാം. ചെറുതായിട്ട് സ്വല്പം മാവ് എടുത്തൊന്നിട്ട് നോക്കാം. അത് ഞാൻ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് ഓക്കെ, എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് പുരട്ടിയെടുക്കാം. വളരെ സൂക്ഷിക്കണം, കട്ടി കുറവാണ്. അതുകൊണ്ട് തന്നെ ഉടഞ്ഞു പോകും. അത് സൂക്ഷിച്ചാണ് എടുക്കുക. നമുക്ക് ഇത്ര ഒന്നാക്കി എടുത്താൽ മതി. ഇനി നമുക്കിത് എണ്ണയിലിട്ടിടാം. അടുത്തതിനെ കൂടെ നമുക്ക് ഇടാം. അപ്പം നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. അതുപോലെ നമ്മളങ്ങ് എടുത്താൽ മതി. ഇപ്പം എടുക്കുമ്പോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ നല്ല രീതിയിൽ വല്ലാണ്ട് പഴുത്ത പഴം എടുക്കരുത്. ഒരുമാതിരി പഴുത്ത പഴം എന്ന് വെച്ചാൽ വല്ലാണ്ട് പഴുത്ത് അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാക്കാനായിട്ട്. സാധാരണ ഒരു മീഡിയം പഴുത്ത പഴം എടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഇത് നമ്മൾ 4 മണി കാപ്പിയുടെ കൂട്ടത്തിൽ, 4 മണി ചായയുടെയൊക്കെ കൂട്ടത്തിൽ കഴിക്കാൻ നല്ലൊന്നാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ സാധാരണ പറയാറുള്ള പോലെ തന്നെ എല്ലാവരും മറക്കാതെ എൻ്റെ വീഡിയോ കാണുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.